ഹായ്, അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും പാരിജാതത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഈ കാണുന്ന മരമാണ് യഥാർത്ഥത്തിൽ പാരിജാതം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ ഞാന്നല് പോലെ കിടക്കുന്നില്ലേ, അതിൽ ഈ പൂക്കൾ വന്ന ബ്രാഞ്ചാണ്. പൂക്കൾ പോയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഈ മുന്തിരിക്കുലകൾ പോലെ അതിൻ്റെ പൂക്കൾ വരും. വയലാർ പാടിയല്ലോ, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി, പാരിജാതം തിരുമിഴി തുറന്നപ്പോൾ കാമുകി ഉറങ്ങിപ്പോയി എന്ന് പറയാൻ കാര്യമുണ്ട്. പാരിജാതം പൂക്കുന്നത് പകലൊന്നുമല്ല, രാത്രി സമയത്താണ് പൂക്കൾ വരുന്നത്. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഗന്ധമാണ് കേട്ടോ, വശ്യമായ സുഗന്ധം, നമുക്ക് മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമാണ്. നമുക്ക് ഒരു നമ്മുടെ പറമ്പിലോ മറ്റോ ഈ വൃക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഇതിൻ്റെ മണം കിട്ടും. ഇത്ര നല്ല ഒരു പെക്കൂലിയർ സ്മെല്ലാണ്, ഒരു നല്ല ഫ്രാഗ്രൻസ് ഉള്ള പൂക്കളാണ് ഈ പാരിജാതത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഗാർഡീനിയ ജാസ്മിനോൾസ്, റൂബിയേസി ഫാമിലിയിൽപ്പെട്ടതാണ്. തമിഴിലും പാരിജാതം എന്നാണ് പറയുന്നത്. ക്യാബ് ജാസ്മിൻ, അതാണ് ഇതിൻ്റെ കോമൺ നെയിം. താങ്ക് യു. അപ്പം നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്